മതി. ഇത് കണ്ടോ എന്താണ്? ഇത് മറ്റൊന്നുമല്ല, നല്ല കാടമുട്ടയാണ്. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല കാടമുട്ട ഫ്രൈ ആണ്. നിങ്ങൾ എത്ര പേര് ഇത് കഴിച്ചിട്ടുണ്ട്? ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോ. അപ്പം നമ്മുടെ കാടമുട്ടയെല്ലാം നമുക്കൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പം കാടമുട്ട നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം വേണം ഒന്ന് പുഴുങ്ങാൻ വെക്കാൻ. അപ്പം നന്നായിട്ട് നമുക്ക് കഴുകിയെടുത്ത നമ്മുടെ കാടമുട്ട ഒരു സ്വല്പം ഉപ്പ് ചേർത്ത് നമുക്ക് നന്നായിട്ട് പുഴുങ്ങിയെടുക്കാം. നമ്മൾ ഈ കാടമുട്ട പുഴുങ്ങാൻ നേരത്ത് ഉപ്പിടുന്നത് നമ്മൾ പൊളിക്കുന്ന സമയത്ത് നമുക്ക് മുട്ട നന്നായിട്ട് പൊളിച്ചെടുക്കാൻ പറ്റും, ഉപ്പ് ചേർത്ത് വേവിക്കുകയാണെങ്കിൽ. അപ്പം നമ്മുടെ കാടമുട്ട നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ കാടമുട്ട നമുക്ക് നന്നായിട്ടൊന്ന് പൊളിച്ചെടുക്കാം. ഈ മുട്ട പുഴുങ്ങിയെടുത്ത് കഴിയുമ്പം എൻ്റെ അഭിപ്രായത്തിൽ കുറച്ച് തണുത്ത വെള്ളമാണ് ഒഴിച്ച് വെക്കുന്നതെങ്കിൽ നമുക്ക് മുട്ട നന്നായിട്ട് പെട്ടെന്ന് പൊളിച്ചെടുക്കാൻ പറ്റും. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മുട്ട പൊളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർത്തും ചെറിയ മുട്ടയും കൂടെ ആകുമ്പോഴത്തേനും നമ്മുടെ കയ്യിൽ ഒതുങ്ങത്തുമില്ല, നമുക്ക് പൊളിക്കാൻ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പം നമ്മൾ വേവിക്കുന്ന ടൈമിൽ ഉപ്പിട്ട് വേവിച്ച് നല്ല തണുത്ത വെള്ളത്തിൽ മുക്കി വെച്ചാൽ നമുക്ക് മുട്ട നല്ല അടിപൊളിയായിട്ട് പൊളിച്ചെടുക്കാം. അപ്പം അങ്ങനെ എല്ലാ മുട്ടയും നമുക്കൊന്ന് നന്നായിട്ട് പൊളിച്ചെടുക്കാം. നന്നായിട്ട് പൊളിഞ്ഞു പോരുന്നുണ്ടെങ്കിലും അല്പം ഞാനൊന്ന് ബുദ്ധിമുട്ടി ഇതൊന്ന് പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എന്താണെന്ന് വെച്ചാൽ തീർത്തും ചെറിയ മുട്ടയല്ലേ, അപ്പം പൊളിക്കാൻ ഒരു സ്വല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും ഞാനത് മൊത്തം പൊളിച്ചെടുത്തു. അങ്ങനെ നമ്മുടെ മുട്ടയെല്ലാം നല്ലതായിട്ട് നമ്മൾ പൊളിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനുള്ളൊരു മസാലക്കൂട്ടും കൂടെ തയ്യാറാക്കാം. നല്ല ചട്ടി ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ച് സ്വല്പം മഞ്ഞൾപ്പൊടിയും സ്വല്പം മുളക് പൊടിയും സ്വല്പം മീറ്റ് മസാലയോ ചിക്കൻ മസാലയോ അത് നമ്മുടെ ഇഷ്ടത്തിന് ഏതാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുത്ത് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ആ മിക്സ് നമുക്ക് റെഡിയാക്കി എടുക്കാം. നമ്മളിത് റെഡിയാക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൂട്ട് കരിഞ്ഞു പോകാതെ നോക്കണം. അപ്പം നമ്മൾ എണ്ണ ചൂടായി കഴിയുമ്പോൾ കൂട്ടിടുമ്പോഴത്തേക്കിനും നമ്മൾ തീ ഒന്ന് കുറച്ചിട്ടിട്ട് നമ്മളത് ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് അതിൻ്റെ കൂട്ട് കരിയാതെ നന്നായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ റെഡിയായ കൂട്ടിലേക്ക് നമുക്ക് നമ്മുടെ മുട്ടയെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് ഇളക്കിയെടുക്കാം. അപ്പം അങ്ങനെ ഇളക്കിയെടുത്ത മുട്ടയ്ക്കകത്തോട്ട് ഞാനൊരു സ്വല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം മാത്രം മതി കേട്ടോ. എരിവ് കൂടുതൽ വേണ്ടവരും കുറവായിട്ടുള്ളവരും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് അല്ലേ. അപ്പോൾ അതിനനുസരിച്ച് മാത്രം നമ്മൾ മസാലക്കൂട്ടുകളെല്ലാം ചേർത്ത് കൊടുത്ത് റെഡിയാക്കി എടുക്കണം. ഒരു 4 മണി നേരത്ത് ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ഒരു കട്ടൻ്റെ കൂടെ ഒന്ന് കഴിച്ച് നോക്ക്. എന്താണെന്ന് നമുക്കറിയാമല്ലോ ഇതിൻ്റെ ടേസ്റ്റ് എന്നുള്ളത്. ഞാനിത് ഫസ്റ്റ് ടൈമാണ് വീട്ടിലിങ്ങനെ ഉണ്ടാക്കി നോക്കുന്നത്. അപ്പം നിങ്ങളും ഒട്ടും സമയം കളയാതെ ഇതൊന്ന് തയ്യാറാക്കിയിട്ട് ഒരു 4 മണി നേരം കട്ടൻ്റെ കൂടെ ഒന്ന് കഴിച്ച് നോക്കൂ. എങ്ങനെയുണ്ടെന്നറിയാമല്ലോ. അപ്പോൾ ഒട്ടും സമയം കളയാതെ എല്ലാവരും തയ്യാറാക്കി നോക്കിക്കോളൂ നമ്മുടെ ഈ കാടമുട്ട ഫ്രൈ. കൂടാതെ നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, ബായ്.